കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ലേബർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകളുടെ പുതുക്കിയ വേതനം ഉടൻ നൽകണമെന്നും സർക്കാർ നിശ്ചയിച്ച തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. മാർച്ച് മുൻ MP സമ്പത്തും ലേബർ കമ്മീഷണർ ഓഫീസ് മുന്നിലെ ധർണ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥും ഉദ്ഘാടനം ചെയ്തു. ബിജിലാൽ PN അധ്യക്ഷനായ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഷിസി പകൽക്കുറി, സംസ്ഥാന ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് OC നവീൻ ചന്ദ്, ഫാർമസി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ T സതീശൻ, അജിത് കിഷോർ എന്നിവരെ കൂടാതെ ബാലകൃഷ്ണൻ മലപ്പുറം, യോഹന്നൻകുട്ടി കൊല്ലം, KPPA മുൻ സംസ്ഥാന പ്രസിഡന്റ് അൻസാരി കൊല്ലം, ഷിജി ജേക്കബ് എറണാകുളം, കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ, KM SCL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രഞ്ജിനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നമുക്കറിയാം, ഏകദേശം 5 വർഷം മുമ്പാണ് നമുക്ക് അവസാനമായി മിനിമം വേതനം അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നിരവധി ജില്ലകളിൽ നമ്മുടെ സംഘടനാ ബലം കൊണ്ട് മാത്രം മിനിമം വേതനത്തേക്കാൾ കൂടുതൽ തുക നമുക്ക് ശമ്പളമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഔദ്യോഗിക സ്ഥാപനങ്ങളിലൊക്കെ തന്നെ മിനിമം വേതനം നിങ്ങൾക്ക് എത്രയാണോ അനുവദിച്ചിട്ടുള്ളത് അത്ര മാത്രമേ തരാൻ പറ്റൂ എന്നുള്ളതാണ് ചില മാനേജ്മെൻറ്റുകൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു നയപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ എതിർത്തുകൊണ്ടാണ് അവിടെയൊക്കെ നമ്മുടെ ഫാർമസിസ്റ്റുമാർ ജോലി ചെയ്യേണ്ട അവസ്ഥ കൈവന്നിട്ടുള്ളത്. മിനിമം വേതനം എന്നുള്ള നിലയിൽ നമുക്ക് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ ഫാർമസിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് നമ്മളൊരു പ്രകടനവും ധർണയുമായി വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ട്രഷറർ വിജീഷ് കൃതജ്ഞതയും പറഞ്ഞു. ധർണയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലേബർ കമ്മീഷണർക്ക് നിവേദനം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C ബാലകൃഷ്ണൻ, നവീൻ ചന്ദ് എന്നിവരുടെ നേതൃത്വത്തിൽ മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ AK ബാലന് നിവേദനവും നൽകി. മിനിമം വേതനം പുതുക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. ഭരത് വിഷൻ, തിരുവനന്തപുരം.